അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. വൈകുന്നേരം 6:30 ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ബോറടിക്കാൻ തുടങ്ങി. അപ്പം പട്ടാളത്തിൽ ഹാഫ് ഡേ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ലോട്ടറിയാണ്. അപ്പം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഏട്ടൻ വരുമ്പോൾ ഏട്ടനോട് ചോദിക്കും, ഏട്ടാ ഇന്ന് ഹാഫ് ഡേ ആണോ എന്ന് ചോദിക്കും. ആദ്യം എന്നെ കളിപ്പിക്കാൻ പറയും, അല്ലടി ഓഫീസുണ്ട്, 4:30 ആകുമ്പോൾ ഓഫീസിൽ പോകണമെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ചത്തുപോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഡേ കിട്ടുന്ന എനിക്ക് മനസ്സിൽ ലഡു പൊട്ടുന്ന ഒരു ഫീലാണ്. അതാകുമ്പോൾ പുറത്ത് കറങ്ങിയൊക്കെ നടക്കാം. പിന്നെ എനിക്ക് അത്യാവശ്യം 2-3 സെറ്റ് കമ്പനിക്കാർ പുറത്തൊക്കെ ഉണ്ട്. അത് ഈ ലോക്കൽ മാർക്കറ്റിൽ കിട്ടിയതാണ്. സംസാരിച്ച് കമ്പനി ആയതാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഹാഫ് ഡേ ഡേയിൽ. അപ്പോൾ എന്തായാലും ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു. 6:30 ആയപ്പോഴത്തേക്ക് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന്. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തു പോയി. ചുമ്മാ രാമകട്ടൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്ന് പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ലോക്കൽ മാർക്കറ്റിൻ്റെ ഇടയിൽ വന്നപ്പോഴേ കുറേ പച്ചക്കറിയൊക്കെ ഇരിക്കുന്നത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിൽപ്പെട്ടത് ധനിയപ്പത്തിരിയാണ്. ഇത് ആഹാരത്തിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ഇത് എപ്പോഴും എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പം നാട്ടിലെപ്പോഴും അച്ഛനും ചേട്ടനും പറയും, ഈ ധനിയപ്പത്തിരിക്കകത്തും കടിപ്പത്തിരിക്കകത്തും ഇവക്കാരുടെ കൈവശം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പറക്കി മാറ്റണം. ഞാൻ ആഹാരത്തിൽ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അവർക്കിത് പറക്കിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇത് നല്ല ഡൈജഷന് നല്ലതാണെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് തീറ്റിക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെ തിന്നത്തൊന്നുമില്ല ഇവർ, എന്നാലും പറക്കി മാറ്റി വെക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ജാർഖണ്ഡിലും കിട്ടാറുണ്ടോ എന്ന്. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടാത്ത, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. പക്ഷെ ഫ്രഷ് ഐറ്റമാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ഫ്രഷ് ഐറ്റം ഒന്നും അല്ല കിട്ടാറുള്ളത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആണെങ്കിൽ, പക്ഷേ ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് കൂടുതലും. അപ്പോൾ നല്ല പച്ചക്കറികളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാറുള്ളത്. നാട്ടിൽ അത്രയും വലിയ വിലയൊന്നുമില്ല. സീസൺ ആകുമ്പോഴും ചെറിയ വിലയേ ഉള്ളത്തുള്ളൂ. അല്ലാതെ 250-350 രൂപയ്ക്ക് നമുക്ക് പച്ചക്കറി വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. ഫസ്റ്റ് ടൈം ഇവിടുത്തെ പച്ചക്കറിയുടെ വില കേട്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 5, 10, 15 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഡെയിലി ശീലമായി. നാട്ടിൽ കിട്ടുന്ന എല്ലാം ഒന്നും കിട്ടത്തില്ലെങ്കിലും വളരെ കുറച്ചധികം പച്ചക്കറികളൊക്കെ എനിക്കിവിടെ കിട്ടാറുണ്ട്. ഈ ചീര ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അവരുടെ കൃഷിഭൂമിയിൽ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. പയറൊക്കെ ഇപ്പോഴാണ് ഇത്രത്തെ പയറൊക്കെ കാണുന്നത്. നേരത്തെ ഇത്രയിലെ പയറൊന്നും ആയിരുന്നു, വേറെ സൈസ് ടൈപ്പ് പയറായിരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനത്തെ പയറൊക്കെ വരാറുണ്ടെന്ന് തോന്നും. അപ്പോൾ ഈ പച്ചക്കറി എല്ലാം കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ 70 രൂപ അത്രേ ആയുള്ളൂ. വെറും 70 രൂപയുടെ പച്ചക്കറിയാണ്. നിങ്ങൾ ആരും വിശ്വസിക്കില്ല 70 രൂപയ്ക്ക് പച്ചക്കറി കിട്ടുമെന്ന്. നാട്ടിൽ 250-350 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പച്ചക്കറി ഇവിടെ വെറും നിസ്സാര വിലയ്ക്ക് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ വളരെ വിലക്കുറവാണ് ഇവിടെ പച്ചക്കറിക്ക്. ഈ ഒരു കെട്ട് ചീരയ്ക്ക് 5 രൂപയാണ്. 2 കെട്ട് ചീര എടുക്കുമ്പോൾ 10 രൂപ. കാരണം ചീരയൊക്കെ കുറച്ച് നല്ല വൈറ്റമിൻസ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗാജർ 1 കിലോയ്ക്ക് 20 രൂപ. നമ്മുടെ നാട്ടിൽ എത്ര കൊടുക്കണം? 30, 40, 50 ഒക്കെ കൊടുക്കേണ്ടി വരും. കടിപ്പത്തിരി അതുപോലെ തന്നെ ധനിയാപ്പത്തിരി ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിലക്കുറവാണ്. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കുന്ന ഉദ്ദേശത്തോടൊന്നും അല്ല ഞാൻ പോയത്. തീരെ വിലക്കുറവാന്ന് കണ്ടപ്പോൾ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.